അനധികൃത സ്വത്ത് സമ്പാദനവുമായി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ കെ.എം. എബ്രഹാമിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകുമെന്ന് പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ. മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ കെ.എം. എബ്രഹാം ഹൈക്കോടതിയെ അപകീർത്തിപ്പെടുത്തി മനഃപൂർവ്വം ഹൈക്കോടതി വിധിയെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചതെന്നും സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ജോമോൻ പുത്തമ്പുരയ്ക്കൽ പറയുകയാണ്. വിധി പറഞ്ഞ ഹൈക്കോടതിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് ഇങ്ങനൊരു കത്ത് കൊടുത്ത് അത് മാധ്യമങ്ങളിലൂടെ ഹൈക്കോടതി അപമാനിച്ചു, അപകീർത്തിപ്പെടുത്തി. കോടതിയലക്ഷ്യ കേസിൽ പ്രതിയാകുന്ന നിലയിൽ ഉറപ്പായും കെ.എം. എബ്രഹാമിനെ പ്രതിയാക്കി ഹൈക്കോടതിയിൽ വാദി എന്ന നിലയിൽ ഞാൻ ഹർജി ഫയൽ ആ ഹർജി ഫയൽ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ നടപടിയിലേക്ക് ഞാൻ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് CBIയുടെ FIR സ്റ്റേ ചെയ്തിട്ടും ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കെ.എം. എബ്രഹാമിന് നിയമപരമായി ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അത് ആവർത്തിച്ചും പറയുന്നു. വിനീത വിജി വാർത്തകളുടെ വിവരങ്ങൾ. വിനീത, അനുകൂല ബെഞ്ചിൽ നിന്നും അനുകൂല വിധി വാങ്ങി എന്ന് പറയുന്ന ആരോപണം, അത് ജോമോൻ പുത്തമ്പുരയ്ക്കൽ പറയുന്നത് പോലെ അതൊരു കോടതിയലക്ഷ്യ ആരോപണം തന്നെയാണ്. നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ ജോമോൻ പുത്തമ്പുരയ്ക്കൽ? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. അതൊരു കോടതിയലക്ഷ്യ നടപടിയാണ്. അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കെ.എം. എബ്രഹാമിനെതിരെ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങളെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കെ.എം. എബ്രഹാമിനെതിരെ ഹർജി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു സ്ഥാനത്തിരിക്കുന്ന ആളും ഇങ്ങനെ ഒരു കാര്യം പറയാറില്ല. പക്ഷേ അദ്ദേഹം അത്തരത്തിലേക്കുള്ള ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. കോടതി ലക്ഷ്യത്തിന് കെ.എം. എബ്രഹാമിനെതിരെ ഹർജി നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം 2018 താൻ ഹർജി കൊടുത്തത്. ഇത് 7 ജഡ്ജിമാർ ഇത് വാദം കേട്ട കേസാണ്. അധികാര ദുരുപയോഗം ചെയ്തെന്ന കേസ് അത് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളതായും ജോമോൻ പുത്തമ്പുരയ്ക്കൽ ആരോപിക്കുന്നുണ്ട്. മനഃപൂർവ്വം പരാതിക്കാരനെയും കോടതിയെയും അപമാനിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഒപ്പം തന്നെ കെ.എം. എബ്രഹാം സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും സൂചിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജോമോൻ പുത്തമ്പുരയ്ക്കൽ എടുക്കുന്ന അടുത്ത പല വ്യവഹാരങ്ങൾ ഏറ്റെടുത്ത ജോമോൻ ആദ്യമായി കോടതിയിൽ തനിയെ വാദിച്ച കേസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ജോമോൻ എടുക്കുന്ന അടുത്ത ഒരു വ്യവഹാര വഴി കൂടിയാണ് അതെന്ന് തോന്നുന്നു. നോക്കാം അത് ഏതളവിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം.